കർഷകർക്കും നാട്ടുകാർക്കും ആശ്വാസമായി മണലിപ്പുഴയിൽ വെള്ളമെത്തി. ഓടൻചിറ റെഗുലേറ്റർ ഭാഗത്ത് വെള്ളം ഉയർന്നതിനാൽ പൈക്കാട്ടുശ്ശേരി വരെ 4 കിലോമീറ്റർ ദൂരമുള്ള തോട്ടിലും വെള്ളം നിറഞ്ഞു. 200 ഏക്കർ സ്ഥലത്തെ കതിരുവന്ന നെൽകൃഷിയും കുലച്ച ആയിരക്കണക്കിന് നേന്ത്രവാഴയും വെള്ളമില്ലാതെ നശിക്കുന്ന അവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമായി. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ പ്രവർത്തിച്ചു തുടങ്ങി. കൃഷിക്ക് പുറമെ വല്ലച്ചിറ പഞ്ചായത്തിലെ 1000-ലധികം വീടുകളിലെ കിണറുകളിൽ വെള്ളമെത്താൻ ഇത് സഹായകമാകും. ചാത്തകുളം, വല്ലച്ചിറ, ചെറുശ്ശേരി, പിടിക്കപ്പറമ്പ്, മോസ്കോ നഗർ എന്നീ പ്രദേശങ്ങളിലെ 1000-ഓളം വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകൾക്ക് ഈ വെള്ളമാണ് ആശ്രയം. ഓടൻചിറ റെഗുലേറ്റർ മണലിപ്പുഴയിലെ താഴ്ന്ന പ്രദേശത്ത് ആയിട്ടും റെഗുലേറ്റർ ചോരുന്നത് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. 50 ലക്ഷം രൂപ മുടക്കി ഈയിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും അല്പം പോലും വെള്ളം തടയാൻ കഴിയുന്നില്ല. പീച്ചിയിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത്. കൈനൂർ, പുലാക്കാട്ടുകര ഷട്ടറുകൾ അടച്ചാൽ ഈ ഭാഗത്തേക്കുള്ള ഒഴുക്ക് നിൽക്കും. ഇത് വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഓടൻചിറ റെഗുലേറ്ററിനടുത്ത് നിന്ന് തൈക്കാട്ടുശ്ശേരിയിലേക്ക് പോകുന്ന തോട് ചിമ്മിനി ഡാമിലെ വെള്ളമെത്തുന്ന ഭാഗത്തേക്ക് പോകുന്നത് തടയാൻ നിർമ്മിച്ച കഴ കാലപ്പഴക്കം വന്ന് നശിച്ചതുമൂലം ചോർച്ച അടയ്ക്കാൻ കഴിയുന്നില്ല. ഇതിനാൽ പുഴയിലേക്ക് തന്നെ വെള്ളം തിരിച്ചൊഴുകുന്നതും തോട്ടിലെ വെള്ളം വറ്റാൻ കാരണമാകും. ഓടൻചിറ റെഗുലേറ്ററിന്റെ ചോർച്ച ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം.